ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, അവൽ പായസം. വളരെ ടേസ്റ്റിയായ ഈ അവൽ പായസം തയ്യാറാക്കുവാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവൽ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നപ്പോൾ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസ് നെയ്യിലൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കാഷ്യൂസ് ചെറുതായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂസും ഉണക്കമുന്തിരിയും എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനി പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ നെയ്യിൽ അവൽ വറുത്തെടുക്കണം. ഇവിടെ ഞാൻ 2 കപ്പ് മട്ട അരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത്. പായസം തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലത് മട്ട അരിയുടെ അവൽ കൊണ്ട് തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ. വൈറ്റ് അവൽ കൊണ്ട് തയ്യാറാക്കിയാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അവൽ ക്രിസ്പിയായി കിട്ടുന്നത് വരെ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അവൽ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു വാസനയായിരിക്കും. ഇപ്പോൾ അവൽ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ റോസ്റ്റ് ചെയ്തെടുത്ത അവൽ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് പായസത്തിന് വേണ്ട പാല് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1 ലിറ്റർ പാലാണ് പായസത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ പാലിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ തയ്യാറാക്കുമ്പോൾ പായസത്തിന് നല്ല ക്രീമി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പായസം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുടരെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇനി അവല് പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. അവൽ വെന്ത് വന്നതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6-7 മിനിറ്റ് മാത്രം മതിയാകും. അപ്പോഴേക്കും പായസം നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പോൾ അവൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്തെടുക്കാം. അവൽ പായസം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. പായസം തിക്കായി പോകുകയാണെങ്കിൽ അല്പം പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പായസത്തിൽ ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുത്താൽ മതിയാകും കേട്ടോ. ഇപ്പോൾ നമുക്ക് പായസം കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാകം മതിയാകും കേട്ടോ. ഇനി പായസത്തിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. 10 ഏലക്ക പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പായസത്തിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എത്ര എളുപ്പമാണ് നമ്മുടെ ഈ അവൽ പായസം തയ്യാറാക്കിയെടുക്കുവാൻ. ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഈ അവൽ പായസം എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.